ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ റിവ്യൂ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ KTM RC390യുടെ സ്റ്റോക്ക് ടയറിനെ കുറിച്ചുള്ള ഒരു ലോങ് ടേം ഓണർഷിപ്പ് റിവ്യൂ ആണ്. സോ മെറ്റ്സ്ലറിൻ്റെ M5 സ്പോർട്ടക് M5 ടയറാണ് നമുക്ക് സ്റ്റോക്കായിട്ട് ഈ ഒരു ബൈക്കിൽ വന്നിരിക്കുന്നത്. സോ ഓൾമോസ്റ്റ് നമ്മൾ 9300+ കിലോമീറ്റർ ഇപ്പോൾ കവർ ആയിട്ടുണ്ട് ബൈക്ക്. സോ ഇപ്പോൾ നമ്മുടെ ബൈക്കിൻ്റെ ടയറിൻ്റെ കണ്ടീഷൻ ഇതാണ്. പറയാം, സെൻട്രൽ പോർഷനൊക്കെ ഓൾമോസ്റ്റ് ഫുള്ള് തീർന്നൊരവസ്ഥയാണ്. സൈഡ് പോർഷനുണ്ട്. കാര്യം അത്ര വലിയ റൈഡുകളോ കോർണിംഗ് ഓടിക്കാൻ പറ്റുന്ന അവസരങ്ങളുള്ള റോഡുകളിലോട്ടൊന്നും ഇപ്പോൾ അധികം റൈഡൊന്നും ചെയ്യുന്നില്ല. പക്ഷേ KTM ആദ്യകാലം മുതലേ ഒരു മെറ്റ്സ്ലർ ടയറാണ് ഇന്ത്യക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നത്. ആദ്യം മെറ്റ്സ്ലർ M7 ആയിരുന്നു കൊടുത്തിരുന്നത്, ഫസ്റ്റ് ജനറേഷൻ 390 കളിൽ. അതിനുശേഷം അത് മാറി M5ലേക്ക് വന്നു. സോ ഇതൊരു റേറ്റഡ് ടയറാണ്, റേറ്റഡ് ടയറാണ് M7 ടയർ. സോ മോർ ഗ്രിപ്പിയാണ്. അതുപോലെ തന്നെ സ്റ്റീൽ ബെൽറ്റഡ് ആണ് കൺസ്ട്രക്ഷൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യവും സ്റ്റീൽ ബെൽറ്റഡ് ആണ്, പക്ഷേ ഇത് റേറ്റഡ് ആണ് ടയർ. അതുപോലെ റേറ്റഡ് ടയറുകളുടെ ഒരു സ്പീഡ് റേഞ്ച് എന്ന് വെച്ചാൽ ഓവർ 270 ആണ്. നോർമലി സൂപ്പർ ബൈക്ക് ടയറുകളുടെ ഒരു റേറ്റിംഗ് ആണത്. സോ ഇന്ത്യയിലേക്ക് സെക്കൻഡ് ജനറേഷൻ 390 വന്നപ്പോഴേക്കും അതൊരു റേറ്റഡ് ടയറായി മാറി. സോ നോർമലി അപ് ടു 210 കിലോമീറ്റർ വരെ ഇത് സേഫാണ്. അതിന് മുകളിൽ 390 പോകത്തില്ല, എന്നാൽ കൂടെ ബെറ്റർ കൺസ്ട്രക്ഷനാണ് മറ്റ് റേറ്റഡ് ടയറുകൾക്കുള്ളത്. ഈ ബൈക്ക് മോസ്റ്റ്ലി ഞാൻ നോർമൽ കണ്ടീഷനിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല റോഡുകളിൽ ആണ് ഓൾമോസ്റ്റ് ഒരു 90% യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഡ്രൈ കണ്ടീഷനിലാണ് കൂടുതലും യൂസ് ചെയ്തിരിക്കുന്നത്. വെറ്റ് കണ്ടീഷനിൽ വളരെ ചുരുക്കം മാത്രമേ ഞാൻ റൈഡ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ എന്നാലും എനിക്ക് ഒരു തീർത്തും കോൺഫിഡൻസ് നൽകുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു ഗ്രിപ്പ് ടയർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് അധികം നെഗറ്റീവ് ഒന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഒരു കണ്ടീഷൻ ഒരു 8000 എബോവിലേക്ക് ഈ ഒരു ടയർ എത്തിയപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഇതിൻ്റെ ലൈഫ് തീർന്നു. മാക്സിമം അതിൻ്റെ എത്ര വരെ ലിമിറ്റ് നമുക്ക് കിട്ടും എന്നുകൂടെ എനിക്കൊന്ന് അറിയണം എന്നുണ്ടായിരുന്നു. സോ ഇതാണ് ഇതിൻ്റെ ഫൈനൽ എന്ന് എനിക്ക് പറയാൻ പറ്റും. കാര്യം ഇതിൻ്റെ സെൻറ്റർ 2 പോർഷനും ഓൾമോസ്റ്റ് തേഞ്ഞിരിക്കുകയാണ്. ഈ ഒരു കാണുന്ന ടയർ ബ്രിഡ്ജ് ഉണ്ടല്ലോ, ഇത് നമുക്ക് റോഡുമായിട്ട് കോണ്ടാക്റ്റ് ആകുന്ന സമയത്താണ് ടയർ റീപ്ലേസ് ചെയ്യേണ്ടത്. അല്ലാതെ ഈ ഒരു ഗ്രിപ്പ് പൂർണ്ണമായിട്ടും തീർന്ന് ഇതേ ഒരവസ്ഥയിൽ എത്തിയിട്ടല്ല മാറേണ്ടത്. 10% മാത്രമാണ് ഇത്രയും കിലോമീറ്റർ ഓടിയതിനുള്ളിൽ ഒരു ഓഫ് റോഡ് യൂസൊക്കെ ചെയ്തിരിക്കുന്നത്. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ അബദ്ധത്തിൽ വന്ന് പെട്ടുപോയ റോഡുകളാണ്. സോ അങ്ങനെ യൂസ് ചെയ്തതിന് ശേഷം എനിക്കിതുവരെ ഒരു പഞ്ചർ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല, അല്ലെങ്കിൽ കാര്യമായിട്ടൊരു ക്രാക്കോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകേണ്ടി വന്നിട്ടില്ല. പക്ഷേ നമ്മുടെ ഒരു നോർമൽ റോഡ് കണ്ടീഷനിൽ ചെറിയ ഒരു സ്റ്റോൺ ഹിറ്റൊക്കെ ഉണ്ടായതുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ ക്രാക്കുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് വലിയൊരു പൊട്ടലോ അല്ലെങ്കിൽ എയർ ലോസായിട്ടോ ഒന്നും ഇതുവരെ എനിക്ക് സംഭവിച്ചിട്ടില്ല. ഞാൻ മോസ്റ്റ്ലി ഒരു 2 വീക്ക് അല്ലെങ്കിൽ 3 വീക്കിലാണ് ഇതിൻ്റെ ടയർ പ്രഷർ കീപ്പ് ചെയ്യുന്നത്. വലിയൊരു ടയർ പ്രഷർ ലോസോ അല്ലെന്നുണ്ടെങ്കിൽ ടയർ വോൾ ഡാമേജോ മറ്റു പ്രശ്നങ്ങളൊന്നും എനിക്കിതുവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. കണ്ടീഷനിലെത്തിയിട്ടും മാക്സിമം ഇതിൻ്റെ ഗ്രിപ്പ് എനിക്ക് ഈ ഒരു ടയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പഞ്ചറോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും എനിക്ക് ഇതുവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പിന്നെ റോഡിൽ നിന്നുള്ള ഒരു മേജർ ഇമ്പാക്റ്റ് കല്ലടിച്ചിട്ടോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും അലോയ്സിലോട്ട് എനിക്ക് വരേണ്ടി വന്നിട്ടില്ല. കാര്യം ടയർ അത്യാവശ്യം ഒരു സേഫ്റ്റിയൊക്കെ അലോയ്ക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റഫ് റോഡുകൾ ഓടിയപ്പോൾ പോലും അധികം ടയർ ക്രാക്കുകളോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും കാര്യമായിട്ട് നമ്മുടെ ടയറിന് ഏൽക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ ബെറ്റർ ഒരു ബ്രാൻഡാണ് മെറ്റ്സ്ലർ എന്ന് വെച്ചാൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. ടയറിൻ്റെ നെഗറ്റീവ് സൈഡുകൾ എന്ന് പറയുമ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ. ഓൾമോസ്റ്റ് ഒരു ഫസ്റ്റ് 6000 കിലോമീറ്ററാണ് ഈ ഒരു ടയറിൻ്റെ ബെസ്റ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ. അതിനുശേഷം ഇത് നമുക്ക് തേഞ്ഞ് തീർന്നു തുടങ്ങും. സോ ഓൾമോസ്റ്റ് ഒരു 8000 ആകുമ്പോഴത്തേക്കും നമുക്ക് ടയർ മാറേണ്ട ഒരു കണ്ടീഷനിലോട്ട് എത്തും. ഇതിപ്പോൾ ഞാനൊരു 1000+ കിലോമീറ്ററൂടെ യൂസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ പറഞ്ഞില്ലേ ഏകദേശം ഈ ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ഒരു കോൺഫിഡൻസ് ലെവൽ കുറച്ച് ലോ ആയിട്ടുണ്ട്. ഒരു ഹയർ സ്പീഡിലോട്ടൊക്കെ നമ്മൾ റൈഡ് എടുക്കുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷേ ഓൾമോസ്റ്റ് ഒരു 6000 വരെ നമുക്ക് അറ്റ് ഹയർ സ്പീഡിലും കൃത്യമായിട്ട് സേഫായിട്ട് റൈഡ് ചെയ്യാൻ പറ്റും. യാതൊരു പ്രശ്നമില്ല. കൺസിഡർ ചെയ്യാവുന്ന ടയർ ഏതൊക്കെയാണ് ഈ RC390യിൽ? മെഷ്ലിൻ്റെ റോഡ് 5 ഉണ്ട്. അതുപോലെ തന്നെ അപ്പോളോ ആൽഫ H1 ഉണ്ട്. MRF സ്റ്റീൽ ബ്രേസ് ഉണ്ട്. അതുപോലെ തന്നെ സിയറ്റ് സ്പോർട്സ് റോഡ് എന്ന് പറയുന്ന ഒരു ടയറുണ്ട്. സ്പോർട്ട് റോഡ് അങ്ങനെയാണ് പേര് അതിൻ്റെ കറക്റ്റായിട്ട്. പിന്നെ വന്നിട്ട് TVS ൻ്റെ ഒരു
പ്രോട്ടോർക്ക് എന്ന് പറയുന്ന ടയറുണ്ട്. ഇത്രയും ടയറുകളാണ് നമുക്ക് KTM RC390ക്ക് ഫ്രണ്ട് ആൻഡ് ബാക്ക് കോമ്പറ്റബിൾ ആയിട്ടുള്ള ഒരു ടയർ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. സോ അതിൻ്റെ പ്രൈസ് റേഞ്ചും കാര്യങ്ങളുമൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് പെയർ വന്നിട്ട് ഒരു 10,500 to 20,000 റേഞ്ചിലാണ് വരുന്നത്. സോ അതിൽ ഏറ്റവും ഹയർ പ്രൈസിൽ നിൽക്കുന്നത് മെഷലിൻ്റെ ടയറാണ്. സോ ഇപ്പോൾ പെരുലി ടയർ ഇന്ത്യയിൽ അധികം അവൈലബിൾ അല്ല. സോ അതിൽ പിന്നെ ഏറ്റവും ചീപ്പസ്റ്റ് എന്ന് പറയുന്നത് അപ്പോളോ ആൽഫ H1 ആണ്. പേഴ്സണലി ഞാൻ അപ്പോളോ ആൽഫ H1 എൻ്റെ മറ്റ് ബൈക്കുകളിൽ യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് വളരെ നല്ല അഭിപ്രായമാണ് ആ ടയറിനെ കുറിച്ച്. സോ അതും ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരു ടയറാണ്. ഈസി ആയിട്ട് അവൈലബിളുമാണ് ആ ടയർ. ഓൾമോസ്റ്റ് 9,300 കിലോമീറ്ററായി. നമ്മുടെ ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷൻ ഇതാണ്. ഫ്രണ്ട് ടയർ ഓൾമോസ്റ്റ് ഇപ്പോഴും കുറച്ചുകൂടെയൊക്കെ ബാക്കി നിൽക്കുന്നുണ്ട്. നമ്മുടെ റോഡിൻ്റെ കണ്ടീഷൻ വെച്ച് ചെറിയ ചെറിയ സ്റ്റോൺസ് അതുപോലെ കുഞ്ഞു കുഞ്ഞ് നെയിൽസൊക്കെ ഈ ടയറിലേക്ക് ഇറങ്ങും. കാര്യം അത്യാവശ്യം ഒരു സോഫ്റ്റ് കോമ്പൗണ്ട് ആയിട്ടുള്ള ഒരു ടയറാണ്. നമുക്കത് മനസ്സിലാവും, വിരൽ വെച്ചാൽ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ ഒരു റോഡ് കണ്ടീഷൻ്റെ ഒരു ഇഷ്യൂടെ ഈ ഒരു ടയറിൻ്റെ ലൈഫിനെ കാര്യമായിട്ട് ബാധിക്കും. എന്നാൽ പോലും ഒരു 9,300 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല ലൈഫാണ് നമ്മുടെ ഈ ഒരു RC390ക്ക് മെറ്റ്സിലർ ഈ M5 ടയർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരിക്കലും ടയറിൻ്റെ ലൈഫ് മാത്രം നോക്കല്ല, ഗ്രിപ്പ് ലെവൽ കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. സോ നല്ല ടയറാണെങ്കിൽ ഗ്രിപ്പ് ലെവൽ കൂടുതലാണെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ലൈഫ് കുറച്ച് കുറവായിരിക്കും. ഒരിക്കലും നമ്മളൊരു ടയർ വാങ്ങി 20,000 30,000 കിലോമീറ്ററൊക്കെ യൂസ് ചെയ്യാമെന്ന് ഒരിക്കലും വിചാരിക്കില്ല, പ്രത്യേകിച്ച് അത്യാവശ്യം ഒരു പവറുള്ള ബൈക്കുകളിൽ. അപ്പോൾ നമ്മളെപ്പോഴും കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുന്നത്, തേഞ്ഞ് തീരാനുള്ള ഒരു ശേഷി കൂടെ ആ ടയറിൽ നോക്കണം. അല്ലാതെ ഒരു വളരെ ഹാർഡ് കോമ്പൗണ്ട് ആയിട്ടുള്ള ഒരു ടയറൊക്കെ വാങ്ങിച്ചാൽ നമുക്ക് വെറ്റ് ഗ്രിപ്പൊക്കെ ഭയങ്കര ലോ ആയിരിക്കും. അതുപോലെ കോർണറിങ്ങിലൊക്കെ അല്ലെങ്കിൽ ഹൈ സ്പീഡിലൊക്കെ സ്റ്റെബിലിറ്റി, ഒരു കോൺഫിഡൻസ് നമുക്ക് ആ ടയറിൽ നിന്ന് കിട്ടുന്നത് ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് ബാഡായിട്ടൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങളും ഒരു ടയർ നെക്സ്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും W റേറ്റഡ് ടയറിലായിട്ട് തന്നെ പോവുക. കാര്യം നമുക്ക് ഈസിയായിട്ട് W റേറ്റഡ് ടയറുകളാണ് ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മറ്റ് ടയറുകൾ. ശരിക്കും മെറ്റ്സിലർ M5 H റേറ്റഡ് ടയർ ഒരിക്കലും ഒരു സെക്കൻഡ് ഓപ്ഷനായിട്ട് ഇനിയിപ്പോൾ കരുതേണ്ട ആവശ്യമില്ല. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ടയർ മാറുമ്പോൾ ആ ഒരു ടയറിലേക്ക് തന്നെ പോകണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. കാര്യം ഓക്കെയാണ്, നമുക്ക് കമ്പനിയുടെ സൈഡിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ടയറാണ്. വലിയ കുഴപ്പമില്ല എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എന്നാലും അത്യാവശ്യം ഓക്കെയാണ്, തെറ്റൊന്നും കാര്യമായിട്ട് പറയാൻ പറ്റത്തില്ല. ശരിക്കും എക്സ്പേർട്ട് റിവ്യൂസിലൊക്കെ, കാര്യം നമ്മുടെ ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റുകളൊക്കെ പലരും പറയുന്ന കേട്ടിട്ടുണ്ട് M7 നിന്ന് M5ക്ക് വളരെ ഗ്രിപ്പ് ലോ ആണ്, മറ്റ് പ്രശ്നങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ നോർമൽ ഒരു റൈഡ് ചെയ്യുന്ന കണ്ടീഷനിലൊന്നും അത് വലിയൊരു കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യത്തില്ല നിങ്ങളെ. അപ്പോൾ എന്താ, ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മുടെ KTM RC390യുടെ സ്റ്റോക്ക് ടയറിനെ കുറിച്ചുള്ള ഒരു ലോങ് ടേം റിവ്യൂവിൽ നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ പുതിയ ടയറൊക്കെ ഇട്ട് അതിൻ്റെ ഒരു റിവ്യൂ ആയിട്ട് വേഗം കാണും. അതുവരെ സി യു, ടേക്ക് കെയർ, ബൈ ബൈ.